സഖാവ് കുഞ്ഞികൃഷ്ണൻ, ഇനി സഖാവെന്ന് പറയാമെന്ന് അറിഞ്ഞൂടാ, കാരണം പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. എന്നാലും സഖാവായിരുന്ന കുഞ്ഞികൃഷ്ണൻ എന്ന് പറയാം, യഥാർത്ഥ സഖാവെന്നായ കുഞ്ഞികൃഷ്ണൻ എന്നും പറയാം. അപ്പോൾ കുഞ്ഞികൃഷ്ണൻ്റെ പുസ്തകം റിലീസ് ചെയ്തു, പ്രകാശനം ചെയ്തു. അത് ശ്രീ ജോസഫ് സി മാത്യു ആണ്, എൻ്റെ സുഹൃത്താണ് അദ്ദേഹമാണ് ഈ ബുക്ക് റിലീസ് ചെയ്തത്, പുസ്തകം റിലീസ് ചെയ്തത്. അത് ആ ഒരു ചടങ്ങ് പയ്യന്നൂർ നടക്കുമ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. കാരണം ഇതിന് ആരെങ്കിലുമൊക്കെ വരുമോ, ആളുകൾ ആരെങ്കിലും വരുമോ എന്നെനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. കുഞ്ഞികൃഷ്ണന് വലിയ സപ്പോർട്ടൊക്കെ ഇവിടെ ഉണ്ട്, അതൊക്കെ കാര്യം ശരിയാണ്. പക്ഷേ കുഞ്ഞികൃഷ്ണനെ സപ്പോർട്ട് ചെയ്യുന്നവരെയും അതുപോലെ തന്നെ കുഞ്ഞികൃഷ്ണൻ്റെ അടുപ്പക്കാരെയൊക്കെ ഉപദ്രവിക്കുന്ന ഒരു നിലപാടാണ് CPM ഇപ്പോൾ അവിടെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം കുഞ്ഞികൃഷ്ണൻ എന്നൊക്കെ പറയുന്നത് അത് ഒരു യഥാർത്ഥ സഖാവെന്ന് ഞാൻ കുഞ്ഞികൃഷ്ണനെ പറയും. കാരണം പാർട്ടിയുടെ തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കുക എന്ന് പറയുന്നത് ഒരു യഥാർത്ഥ സഖാവിൻ്റെ ലക്ഷണമാണ്. അപ്പം നമ്മുടെ നല്ല സുഹൃത്തെന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ നല്ല സുഹൃത്തെന്ന് പറയുന്നത് നമ്മൾ എന്ത് തോന്നിവാസം ചെയ്താലും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല നല്ല സുഹൃത്ത്. അയാൾ നമ്മുടെ നല്ല കാര്യങ്ങൾ നല്ലതാണെന്ന് കാണിക്കണം, അതിനെ പ്രശംസിക്കണം. അതേപോലെ തന്നെ നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുന്നത് തെറ്റാണ്, ഇത് ചെയ്യരുത് എന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യണം. അത് നീ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയുന്ന ആളാണ് നല്ല സുഹൃത്ത്. അല്ലാതെ എല്ലാം അപ്രൂവ് ചെയ്യുന്ന ആൾ നല്ല സുഹൃത്തല്ല എന്ന് പറയുന്ന പോലെ ഒരു നല്ല സഖാവെന്ന് പറയുന്ന ഒരു നല്ല സുഹൃത്താണ്. അതാണല്ലോ അതിൻ്റെ അർത്ഥം, അതല്ലേ? അപ്പം പാർട്ടിയുടെ അപജയങ്ങൾ, പാർട്ടിയിലുണ്ടാകുന്ന അഴിമതി, അതുപോലെ അന്യായങ്ങൾ, ഇതെല്ലാം ചൂണ്ടിക്കാണിക്കണം. എന്തിനെ? ഒരു കറക്ഷന് വേണ്ടി. കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന സഖാവ് അതിന് ഒറ്റയാൾ പോരാട്ടം നടത്തി ഒരുപാട് നാൾ കൊണ്ട് ശ്രമിച്ചു, ഒന്നും നടന്നില്ല. അവസാനം എല്ലാം മടുത്തിട്ട് അദ്ദേഹം ഒരു ഇൻ്റർവ്യൂ ഏഷ്യാനെറ്റിന് കൊടുത്തു. അതാണ് വലിയ ഹോളിലൊക്കെ ഉണ്ടാക്കിയത്. ശ്രീ വിനു വി ജോൺ ആണ് അദ്ദേഹത്തിന് ഇൻ്റർവ്യൂ ചെയ്തത്. കുഞ്ഞികൃഷ്ണൻ വെട്ടി തുറന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു, ഞാനൊരു പുസ്തകം ഇപ്പോൾ എഴുതിയിട്ടുണ്ട്, അത് ഞാൻ ആരെയും ഏൽപ്പിച്ചിട്ടില്ല. അത് പ്രസാദം, അത് ആ പുസ്തകം ഞാൻ തന്നെ നേരിട്ട് എല്ലാം റെഡിയാക്കി അച്ചടിപ്പിച്ച് ഞാൻ നേരിട്ട് കൊടുക്കും. കാരണം ഇല്ലെങ്കിൽ ഈ പുസ്തകം ആളുകളിൽ ചെല്ലത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നത്, ഇതിൻ്റെ ഈ പ്രസാദക ചടങ്ങിൽ ഈ ആരെങ്കിലുമൊക്കെ വരുമോ? കാരണം ഈ പാർട്ടി പേടിച്ച് ആളുകൾ വരുമോ ഇല്ലയോ എന്നുള്ള ഒരു സംശയം എനിക്കുണ്ടായിരുന്നു. എല്ലാവരും മാർക്സിസ്റ്റുകാരാണോ ആ വന്നതെന്ന് ചോദിച്ചാൽ ഏതാണ്ട് ഒരു 10,000 പേര് തടിച്ചു കൂടിയതിന് ആ ഈ ഫംഗ്ഷന് അത്രത്തോളം തിരക്കായിരുന്നു. ആളുകളെ മുഴുവൻ കാണിച്ചല്ലോ. അത് AI കാണിപ്പൊന്നുമല്ല, ശരിയായിട്ട് തന്നെ കാണിച്ചു. കാരണം കുഞ്ഞികൃഷ്ണൻ്റെ ഈ AI ഒന്നുമില്ല, അതുകൊണ്ട് AI കാണിപ്പൊന്നും അല്ല, അല്ലാതെ നല്ല വൃത്തിയായിട്ട് കാണിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. അത്രത്തോളം വലിയ തിരക്കായിരുന്നു അവിടെ. തിരക്ക് മാത്രമോ, ഈ 2000 പുസ്തകങ്ങളാണ്, കോപ്പിയാണ് അച്ചടിച്ചത്. കാരണം ഇത് ചിലവാവോ ഇല്ലെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയില്ലല്ലോ. ചൂടപ്പം പോലെ അത് വിറ്റ് തീർന്നു. ഇനിയും ഒരുപാട് ആവശ്യക്കാരാണ്. ഇനിയും യഥാർത്ഥത്തിൽ ഒരു 16,000 കോപ്പിയെങ്കിലും അടിച്ചാൽ മാത്രമേ ഇനിയെങ്കിലും ആളുകളുടെ ആവശ്യത്തിന് കാറ്റർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ള കോപ്പികൾ കിട്ടുള്ളൂ. ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. ഇത് അദ്ദേഹം കൊണ്ട് പറഞ്ഞ കാര്യമല്ല, അത് എഴുതി വെച്ചേക്കാണ്. ഇറ്റ് ഇസ് എ റെക്കോർഡ്. ഒരു പുസ്തകം എന്ന് പറഞ്ഞ ഒരു റെക്കോർഡാണ്, അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതിനു മുമ്പ് അപ്പോൾ ഇന്നലെ ചോദിക്കുന്നുണ്ടായിരുന്നു കുഞ്ഞികൃഷ്ണൻ്റെ അടുത്ത്, ഈ വന്നതൊക്കെ ചിലപ്പം പറയും, മറ്റു പാർട്ടിക്കാർ പറയും അതെല്ലാം UDFകാരാണ് എന്ന്. അത് കുഞ്ഞികൃഷ്ണൻ ചിരിച്ചതേ ഉള്ളൂ. കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു, എല്ലാ ആളുകളും ഉണ്ട് അതിനകത്ത്. അപ്പം ആ UDFകാരൊന്നും ആരും വന്നില്ല എന്നല്ല കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത്, എല്ലാ ആൾക്കാരും ഉണ്ട്. ഞാനത് ആരാ എന്താണെന്നൊന്നും പാർട്ടി തിരിച്ച് നോക്കുകയോ ആളുകളുടെ ഐഡൻറ്റിറ്റി നോക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. കാരണം അതിനൊക്കുന്ന ഉള്ള ഒരു സാഹചര്യമല്ലായിരുന്നു. ഇഷ്ടംപോലെ ആളുകൾ വന്നിട്ടുണ്ട്, തടിച്ചുകൂടി. അത് കുഞ്ഞികൃഷ്ണൻ്റെ തന്നെ പ്രതീക്ഷയ്ക്ക് അപ്പുറമുള്ള ആളുകൾ ആണ് അത് തടിച്ചുകൂടിയതെന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. അപ്പം ഇതിൻ്റെ ഒരു 2 ദിവസം മുമ്പ് നമ്മുടെ സഖാവ് MV ഗോവിന്ദൻ്റെ അടുത്ത്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടറി അടുത്ത് ചോദിച്ചു, ഈ കണക്കിൻ്റെ കാര്യത്തെക്കുറിച്ചൊക്കെ ചോദിച്ചു. അതൊക്കെ അയാളെ ഈ കുഞ്ഞികൃഷ്ണൻ പറയുന്നതിനൊക്കെ മറുപടിയാണ്, ഞങ്ങൾ അയാൾ പാർട്ടിയിൽ നിന്നുള്ളവനൊന്നും അല്ല, അയാളെ പാർട്ടി പുറത്താക്കിയതാണ്, വളരെ അവജ്ഞയോട് കൂടിയാണ് പറഞ്ഞത്. എന്നിട്ട് അവസാനം, അല്ല ഈ കണക്ക് ഞങ്ങളെ എല്ലാവരെയും ഒന്ന് ഇനിയെങ്കിലും കണക്ക് ബോധ്യപ്പെടുത്തുമെന്ന് പറഞ്ഞല്ലോ, ഒന്ന് ബോധ്യപ്പെടും. മനസ്സില്ല, മനസ്സുണ്ടാവണം മിസ്റ്റർ MV ഗോവിന്ദൻ. പൊതുജനങ്ങളിൽ നിന്ന് പണം പിരിച്ചിട്ട്
അതിന് കണക്ക് പറയാൻ നിങ്ങൾക്ക് മനസ്സില്ല എന്ന് പറയാൻ നിങ്ങളുടെ പണമല്ല ചോദിക്കുന്നത് ആളുകൾ. നിങ്ങളുടെ വീട്ടിലുള്ള വരുമാനമോ നിങ്ങളുടെ സ്വന്തം വരുമാനത്തിൻ്റെയോ കണക്കല്ല ചോദിക്കുന്നത്. നിങ്ങളുടെ പാർട്ടി പിരിച്ചെടുത്ത്, അതായത് മരിച്ചുപോയ ഒരാളെ രക്തസാക്ഷി ഫണ്ടെന്നും പറഞ്ഞൊരു ഫണ്ടുണ്ടാക്കി അതിലേക്ക് കോടിക്കണക്കിന് രൂപ പിരിച്ചെടുത്തിട്ട് അതുകൊണ്ട് പുട്ടടിച്ചെന്നെ കണക്കാണ് ചോദിച്ചേക്കുന്നത്, അല്ലാതെ വേറൊന്നുമല്ല. അപ്പോൾ അത് കറക്റ്റായിട്ട് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ മനസ്സില്ല. എന്ത് ധാർഷ്ട്യമാണ് നിങ്ങൾക്ക്? എത്ര നാൾ നിങ്ങൾ കാണിക്കും ഈ ധാർഷ്ട്യം? ഇത് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ മിസ്റ്റർ ഗോവിന്ദൻ. ശരിയല്ല നിങ്ങൾ ചെയ്തത്. നിങ്ങൾ പറച്ചത് ശരിയല്ല. നിങ്ങളുടെ വാചകങ്ങൾ അത് നിങ്ങൾ തിരുത്തണം. മനസ്സുണ്ടാവണം നിങ്ങൾക്ക്. കാരണം പൊതുജനങ്ങളിൽ നിന്ന് പണം പിരിച്ചെടുത്തിട്ട് അതിൻ്റെ കണക്ക് ബോധിപ്പിക്കാൻ ജനം അറിയണ്ട എന്നൊരാൾ പറഞ്ഞല്ലോ. അത് കണക്ക് ജനം അറിയണ്ട. നിങ്ങളുടെ ഏഷ്യാനെറ്റിൻ്റെ അടുത്ത് ഞങ്ങളത് പറയാൻ തയ്യാറല്ല. അത് രാകേഷാണ് പറഞ്ഞത് നേരത്തെ. പക്ഷേ അതിനെ പാർട്ടിക്ക് മനസ്സിലായി അത് ശരിയല്ല എന്ന് തോന്നി. അതുകൊണ്ടാണ് പറഞ്ഞത് ഞങ്ങളിതിൻ്റെ കണക്കുകൾ പറയും, ജനങ്ങളിലേക്ക് കണക്കുകൾ ഞങ്ങളെല്ലാം ബോധിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് അതിന് ശേഷമാണ് പിന്നെയും കണക്ക് നോക്കിയപ്പോൾ വലിയ പ്രശ്നം. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ വർത്തമാനം. ഇനി എന്താണെന്നറിയോ, കുഞ്ഞുകൃഷ്ണൻ്റെ പുസ്തകം വരട്ടെ. ഇപ്പം ഇനി 6-ാം തീയതി കണക്ക് ബോധിപ്പിക്കുമെന്ന് പറഞ്ഞേക്കുന്നത്. ഇന്ന് 6-ാം തീയതി കണക്ക് വരട്ടെ, നല്ലതാണ്. ഇന്ന് കണക്ക് പറയുമെങ്കിൽ ആ കണക്കൊന്നറിയാം. എന്തിനാ? ഈ പുസ്തകം വായിച്ച് നോക്കിയിട്ട് അതിൻ്റെ മൂല തിരിഞ്ഞിരിക്കുന്നു, മറ്റേ കണക്കിനകത്ത് 2 പൈസയുടെ കുറവുണ്ട്, അല്ലെ മറ്റേതിനകത്ത് 4 പൈസ കൂടുതലുണ്ട്. ഇതെല്ലാം പറയാനുള്ള പരിപാടിയാണ്. അതായത് എങ്ങനെ ഡിഫൻസ് എടുക്കണം എന്ന്. ഇത് കോടതി പറ്റും. ഒരു അന്യായം കൊടുക്കുമ്പോൾ അതിൻ്റെ കോപ്പിയൊക്കെ കിട്ടണം. അതിനുള്ള മറുപടിയാണ് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് പത്രികയായിട്ട് നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. അത് കോടതിയിലാണ്. ഇത് ജനങ്ങളുടെ കോടതിയിലേക്കാണ് നിങ്ങൾ പറയേണ്ടത്. അവിടെ കുഞ്ഞുകൃഷ്ണൻ്റെ കണക്ക് കണ്ടതിന് ശേഷം ഈ കണക്കൊക്കെ നോക്കിയിട്ട് ആ കണക്ക് നിങ്ങൾ ഓഡിറ്റ് ചെയ്ത് പിന്നെ അങ്ങോട്ട് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. ഒരാൾ പണം കട്ടു എന്ന് തീർത്ത് പറയുന്നുണ്ട് ശ്രീ കുഞ്ഞുകൃഷ്ണൻ. അപ്പോൾ അതിനകത്ത് നടപടിയൊന്നും ഉണ്ടായില്ല. ഉണ്ടാവാതിരുന്നപ്പോൾ ഒരു നിവൃത്തിയില്ലാതാണ് സഖാവ് കുഞ്ഞുകൃഷ്ണൻ ഇങ്ങനെ ഒരു പ്രസ്താവനയായിട്ട് വന്നതും അവസാനം പുസ്തകം എഴുതുന്നതും. പുസ്തകം എഴുതി പുസ്തകം പുറത്തേക്ക് വന്നു. ഇതാണ് കാര്യം. പ്രസാദനം ചെയ്തു, പുസ്തകം പ്രസാദനം ചെയ്തു, കഴിഞ്ഞു. ഏതായാലും ഇനി ഇതിനകത്ത് എല്ലാ കണക്കുകളും ഒക്കെ വരുമല്ലോ. ഇനി നമ്മുടെ സഖാവ് എം വി ഗോവിന്ദന് ഇനി പറയാമല്ലോ ആ കണക്കിന് മറുപടി. ഇനി ഇത് പഠിച്ചിട്ടാണെങ്കിലും നിങ്ങളൊന്ന് പറഞ്ഞോളൂ ഇതിനെ എങ്ങനെ മീറ്റ് ചെയ്യുമെന്നുള്ളത്. ഒരിക്കലും പറ്റുന്ന കാര്യമല്ല. കാരണം അത്ര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് കുഞ്ഞുകൃഷ്ണൻ ഇതിനെക്കുറിച്ചുള്ള കണക്കുകൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് അത്ര എളുപ്പമൊന്നുമുള്ളതല്ല. ഈ പുസ്തകം ഞാൻ വായിച്ചില്ല കേട്ടോ. എനിക്ക് ഈ പുസ്തകം ഒന്ന് കാണണമെന്നുണ്ട്. പക്ഷേ അതിൻ്റെ കോപ്പിയൊന്നും എനിക്ക് കിട്ടാനില്ല. ഇനി കുഞ്ഞുകൃഷ്ണൻ ഇത് വീണ്ടും രണ്ടാമത് പ്രിൻ്റ് ചെയ്യിപ്പിച്ച് വേണം എടുക്കാൻ. എങ്ങനെയായാലും അതിന് കുറേ സമയമെടുക്കും. ഏതായാലും ശരി, വളരെ ഒരു വലിയ കോളൊക്കെ ഉണ്ടായ സംഭവം. ഇതിൽ നിന്ന് തിരിച്ചറിയേണ്ട കാര്യം ഞാനിത് പറയാൻ വന്നത് എന്താണെന്നറിയോ? മാർക്സിസ്റ്റ് പാർട്ടി മനസ്സിലാക്കണം, നിങ്ങളുടെ കാൽ കീഴിൽ നിന്ന് മണ്ണൊലിച്ചു പോകുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങളുടെ അണികൾ എല്ലാം നിങ്ങളോടൊപ്പം ഇല്ല. കാരണം എന്താണെന്നറിയോ? അതിൽ നല്ല വിവരവും ബോധമുള്ള ആളുകൾ, സഖാക്കളുണ്ട് നിങ്ങളുടെ പാർട്ടിയിൽ. അവർ ഈ തോന്നിവാസത്തിനൊപ്പം ഒന്നും നിൽക്കത്തില്ല. മരിച്ചുപോയ, കൊല്ലപ്പെട്ട, പാർട്ടിക്ക് വേണ്ടി കൊല്ലപ്പെട്ട ഒരു രക്തസാക്ഷി, അയാളുടെ പേരിൽ പിരിച്ചെടുത്ത പണം അത് കൊണ്ട് നമുക്ക് എന്ന് പറഞ്ഞാൽ അതുപോലെ ദോഷം എന്തെങ്കിലും ഉണ്ടോ? കടുങ്കൈ എന്തെങ്കിലും ഉണ്ടോ? അഴിമതി എന്തെങ്കിലും ഉണ്ടോ? എന്നിട്ട് അതിൻ്റെ കണക്ക് കണക്ക് ജനം അറിയണ്ട. പിരിക്കുന്ന ഞങ്ങളാണ്, പാർട്ടിയുടെ ഫണ്ട്. നിങ്ങളുടെ ഫണ്ടല്ലേ രക്തസാക്ഷി ഫണ്ടെന്ന് പറയുന്നത്? ഒരാളുടെ പേരിൽ പിരിച്ചു കഴിഞ്ഞാൽ അയാൾക്കുള്ളതല്ലേ അത്? അയാളുടെ കുടുംബത്തിനുള്ളതല്ലേ? അതിന് വരും ഞങ്ങളുടെ ഫണ്ടാണ്, ഞങ്ങൾ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, മറിച്ചത് ചെയ്യും, മറ്റേത് മുഴുവൻ കള്ളത്തരങ്ങളാണ് കാണിച്ചു വച്ചേക്കുന്നത്. അതുകൊണ്ടാണ് ഈ പറയാൻ നോക്കാത്തത് കേട്ടോ. മടിയിൽ കനമില്ലെങ്കിൽ വഴിയിൽ ഭയക്കണ്ട. ഇവിടെ മടിയിൽ കനമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ വഴിയിൽ ഭയന്നേ പറ്റുള്ളൂ. ഇനിയെങ്കിലും പാർട്ടിക്കാർ മാത്രമല്ല, ജനങ്ങളാണ് ശരി, ജനങ്ങൾ പലപ്പോഴും നിങ്ങളെ തിരുത്തും എന്ന് ഒന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ഇവിടെ സഖാവ് ഉണ്ണികൃഷ്ണൻ്റെ ഈ പുസ്തകം ഉണ്ടല്ലോ, അണികൾ നേതൃത്വത്തെ ശരിയാക്കണം എന്ന് വെച്ചാൽ നിയന്ത്രിക്കണം എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് എപ്പോഴും വേണം. അണികൾ നിങ്ങളെ നിയന്ത്രിക്കും.
നിങ്ങളുടെ അണികൾ തന്നെയാണ് ഇവിടെ സഖാവ് കുഞ്ഞികൃഷ്ണൻ്റെ ഈ പുസ്തക പ്രകാശനത്തിന് അവിടെ പങ്കെടുത്തവർ ഭൂരിപക്ഷം അവർ തന്നെയാണ്. ആ അണികൾ എങ്കിലും തിരിച്ചറിയുന്നുണ്ടല്ലോ സഖാവ് കുഞ്ഞികൃഷ്ണൻ ആരാണെന്ന്. നിങ്ങളും സ്വയം തിരിച്ചറിയണം.